कारण उनके खिलाफ कार्यों को षड्यंत्र रचा जा रहा है. എന്നാൽ ദൈവജനം അവർ കർത്താവിന്റെ നാമത്തെ ഉയർത്തുന്നത് നിമിത്തം അവർക്ക് വിരോധമായിട്ടുള്ള പ്രതികൂലങ്ങൾ ആരംഭിക്കുന്നു. लेकिन परमेश्वर जब तक हमारे लिए अनुकूल है, शैतान के सारे षड्यंत्रों को परमेश्वर निष्फल करने वाला है. ദൈവം നമുക്ക് അനുകൂലമായിരിക്കുന്നിടത്തോളം പിശാചിന്റെ തന്ത്രങ്ങളെ ദൈവം ആമേൻ തകർത്ത് കളയും. आमीन. एक एस्तेर को परमेश्वर ने पहले से ढूंढ कर रखा था, लॉर्ड, उस पूरे यहूदियों को मार के खत्म करने से पहले ही. യഹൂദന്മാരെ നശിപ്പിക്കണമെന്ന് ചിന്ത വരുന്നതിന് മുന്നമേ തന്നെ ദൈവം ഒരു എസ്തേറിനെ കണ്ട് തന്നെ ഒരുക്കി വെച്ചിരുന്നു. हालेलुया. यहूदियों के लिए एक बहुत बड़ा पीड़ा आने वाला है, उन्हें खत्म करने वाला है करके न्याय लिखने का सालों से पहले ही परमेश्वर ने एक एस्तेर को तैयार कर लिया था. യഹൂദന്മാരെ ഈ ലോകത്ത് നിന്ന് തുടച്ചു മാറ്റണമെന്ന രേഖ എഴുതപ്പെടുന്നതിന് മുന്നമേ തന്നെ, അതിന് വർഷങ്ങൾക്ക് മുന്നമേ തന്നെ ദൈവം ഒരു എസ്തേറിനെ കണ്ടിരുന്നു, അവളെ ഒരുക്കി തുടങ്ങിയിരുന്നു. हालेलुया. परमेश्वर की जानकारी के बगैर हमारे सिर से एक बाल भी नीचे नहीं गिरेगा. ദൈവത്തിന്റെ അനുവാദമില്ലാതെ നമ്മുടെ തലയിലെ ഒരു മുടി പോലും പൊഴിയുന്നില്ല. आमीन. सारे बातें उसका योजना के अनुसार ही होने वाला है. ദൈവത്തിന്റെ ഹിതപ്രകാരം സകലതും സംഭവിക്കും. हालेलुया. वो परमेश्वर की दास और परिवार के लिए हम निरंतर प्रार्थना करना जरूरी है कि परमेश्वर ने बलवंत करने पाए, उनके द्वारा परमेश्वर क्या उस जगह पे करना चाहता है वहां पर परमेश्वर के द्वारा पूरा करने पाए. ആ ദേവദാസനെയും കുടുംബത്തെ ഓർത്ത് നമുക്ക് നിരന്തരമായി പ്രാർത്ഥിക്കാൻ ഇടയാകട്ടെ. ദൈവം അവരുടെ ശരീരത്തെ ബലപ്പെടുത്തട്ടെ. ദൈവം അവരായിരിക്കുന്ന ഇടത്തെ എങ്ങനെ ദൈവം അവരെ പ്രയോജനപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു അപ്രകാരം ദൈവം അവരെ ഉപയോഗിക്കട്ടെ. काफी बार हम निराश हो जाते हैं, हताश हो जाते हैं, हमारी उम्मीदें काफी बार टूट जाते हैं, लेकिन परमेश्वर जब तक सिंहासन पर विराजमान है वो सारी बातों को नियंत्रण करता है. ചില സാഹചര്യങ്ങൾ നമ്മൾ തകർന്നു പോകാറുണ്ട്, ഹൃദയം ക്ഷീണിച്ചു പോകാറുണ്ടെങ്കിലും ദൈവത്തിന്റെ ആമേ പ്രത്യാശ നമ്മളിൽ ധൈര്യം പകരാറുണ്ട്. जल्दी से हमारे ध्यान परमेश्वर के वचन की ओर हम लेकर आएंगे. നമ്മുടെ ശ്രദ്ധയെ വചനത്തിലേക്ക് കൊണ്ടുവരാം. भजन संहिता 51 और उसके पहले आयत की ओर हमारे ध्यान हम लेकर आएंगे. സങ്കീർത്തനം 51 ഒന്നാമത്തെ ഒന്നാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വ പ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. हे परमेश्वर, तेरा दया के अनुसार हमें मेरे गुनाहों को तो माफ कर करके दाऊद यहाँ पर परमेश्वर से प्रार्थना कर रहा है. നിന്റെ കരുണയുടെ ബഹുത്വ പ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ എന്ന് ദാവീദ് ദൈവത്തോട് പറയുക. मैं जानता हूँ कि आपका प्रेम बहुत ही अनोखा है और मेरे गुनाहें हालेलुया अनगिनत है. खुदा तू से माफ कर बोलते हुए वो परमेश्वर से प्रार्थना कर रहा है. എന്റെ പാപങ്ങൾ അത്യന്തമാകുന്നു, എന്നിൽ അനേകം അകൃത്യങ്ങളുണ്ട്, ദൈവമേ എന്നെ കഴുകണമേ എന്ന് കരയുന്ന दावीद. हालेलुया. दूसरी आयत में वो कहता है, वॉश मी लॉर्ड, मुझे तू धो दे. लॉर्ड हालेलुया, मेरे गुनाहों को तू धो दे करके परमेश्वर से वो मांग रहा है. രണ്ടാമത്തെ വാക്യത്തിൽ ദാവീദ് ദൈവത്തോട് പറയുക, എന്റെ പാപങ്ങളെ ഒന്ന് കഴുകണമേ കർത്താവേ. हालेलुया. पाप की स्वभाव जब मेरे जिंदगी में आता है, खुदा मैं जानता हूं कि आपके सम्मुख आने के लिए वो रुकावट बन सकता है. इसके लिए खुदा मैं आपसे मांगता हूं कि मेरे पापों को, मेरे अधर्मों को तू धो दे करके वो परमेश्वर से प्रार्थना कर रहा है. എന്റെ പാപ സ്വഭാവങ്ങൾ ദൈവസന്നിധിയിൽ അടുത്തു വരുന്നതിനൊരു തടസ്സമായിരിക്കുന്നെന്ന് ഞാൻ അറിയുന്നു. ദൈവമേ, എന്നെ നന്നായി കഴുകണമേ എന്ന് ദാവീദ് പ്രാർത്ഥിക്കുന്നു. मेरा उठना और बैठना जानने वाला परमेश्वर, എന്റെ ഇരുപ്പും എഴുന്നേൽപ്പും അറിയുന്ന ദൈവം, मेरे सारे बातों के ऊपर विचार रखने वाला എന്റെ परमेश्वर. സകല കാര്യങ്ങളുടെ മേലും അവൻ ശ്രദ്ധയുള്ള ദൈവം. हालेलुया. यहाँ पर दूसरा सामुएल उसके 16वें अध्याय में उसका बैकग्राउंड बताया गया है. उस भाग की ओर मैं जाना नहीं चाहूंगा. 2 ശമൂവേൽ 16 അധ്യായത്തിൽ ഈ സങ്കീർത്തനത്തിന്റെ ചരിത്രം എഴുതിയിട്ടുണ്ട്. അങ്ങോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. बड़े दर्द के साथ वो परमेश्वर के पास आकर रोने वाला और प्रार्थना करने वाला एक भजन संहिता हम इस भजन संहिता 51 में हम देखते हैं. ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്ന് വളരെ വേദനയോടെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു സങ്കീർത്തനമാണ് നാം വായിച്ചത്. उसके 18वें आयत की ओर हमारे ध्यान आज सुबह के वक्त हम लेकर आएंगे. നമ്മുടെ ശ്രദ്ധയെ 18ാമത്തെ വാക്യത്തിലേക്ക് രാവിലെ കൊണ്ടുവരാം. उसका प्रार्थना समाप्त करने से पहले परमेश्वर से करने वाला एक बिनती हम वहां पर देख रहे हैं. തന്റെ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ദൈവത്തോട് കഴിക്കുന്ന മറ്റൊരു പ്രാർത്ഥന നമുക്ക് കാണാം. നിന്റെ പ്രസാദ പ്രകാരം സിയോനോട് നന്മ ചെയ്യണമേ.
യെരൂശലേമിന്റെ മതിലുകളെ പണിയണമേ. हे परमेश्वर उस यरूशलेम की दीवारों को तू बना दे करके परमेश्वर से वो प्रार्थना कर रहा है. യെരൂശലേമിന്റെ മതിലുകളെ പണിയണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. I mean, उसे पता है कि दीवारें ना होने का खतरा कितना ज्यादा है. इसके लिए वो परमेश्वर से प्रार्थना कर रहा है कि खुदा उस यरूशलेम के दीवारों को तू बना दे ताकि मैं उसके सुरक्षा के अंदर मैं सुरक्षित रहूं. ഒരു മതിലില്ലാത്തതിന്റെ പ്രയാസം എന്താണ്, പ്രതികൂലം എന്താണെന്ന് നന്നായി അറിയാമെന്ന് ദാവീദ് ദൈവത്തോട് പറയുകയാണ്, മതിലുകളെ പണിയണമേ. हालेलुया. प्रेज़ लॉर्ड. यदि दीवारें नहीं हैं तो शत्रु अंदर आने के लिए बड़े आसान हो जाता है. മതിലുകൾ ഇല്ലെങ്കിൽ ആമേ ശത്രു പെട്ടെന്ന് അകത്ത് വരുവാനിടയാകും. हम जब एक घर का निर्माण करते हैं हम कोशिश करते हैं कि सबसे पहले उसकी दीवारें हम तैयार कर दें. ഒരു ഭവനത്തിന് പണി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യുന്നത് മതിലുകളെ കെട്ടുക എന്നുള്ളതാണ്. हालेलुया. वो कारण यही है कि उसके अंदर अन्य लोग या अन्य प्रकार की कार्य अंदर प्रवेश ना करे, उसके लिए दीवारें बनाने का प्रयास करते हैं. അതിന്റെ കാരണം എന്ന് പറയുന്നത് വെളിയിൽ നിന്നുള്ള മറ്റു യാതൊരു ശല്യങ്ങളും ഉണ്ടാകാതിരിക്കാൻ, മറ്റാരും പ്രവേശിക്കാതിരിക്കാൻ മതിലുകളെ പണിയുന്നു. हालेलुया. यदि हम दीवारें बना रहे हैं तो कोई बाहर से अंदर उतने आसानी से अंदर आ नहीं पाएगा. ഒരു മതിലുണ്ടെങ്കിൽ പെട്ടെന്ന് വെളിയിൽ നിന്ന് ആർക്കും അകത്തോട്ട് കയറാൻ കഴിയത്തില്ല. हालेलुया. पुराने नियम में हम देखते हैं कि शहरों के चारों ओर हालेलुया विलेज सिटीज के चारों ओर वे शहरपनाहों को दीवारों को वे बनाते थे. പഴയ നിയമകാലത്ത് നമ്മൾക്കറിയാം, അവർ പട്ടണങ്ങൾക്ക് ചുറ്റും നഗരങ്ങൾക്ക് ചുറ്റും വലിയ മതിൽക്കെട്ടുകൾ പണിയുമായിരുന്നു. योशुआ के पुस्तक में हम देखते हैं कि यरीहो के चारों ओर बड़े शहरपनाहे था और उस शहरपनाहों के चारों ओर परमेश्वर के लोग चलते हुए वे प्रार्थना कर रहे हैं. യോശുവയുടെ പുസ്തകത്തിൽ നമ്മൾക്കറിയാം, അവർ എരിഹോ പട്ടണത്തിന് ചുറ്റും വലിയ ശക്തിയുള്ള മതിലെ ആമേൻ കെട്ടിപ്പടുത്തിരുന്നു. അതിനു ചുറ്റുമാണ് അവർ നടന്നത്. हालेलुया. घरों के चारों ओर भी उस शहरपनाहों को या उस दीवारों को इसके लिए बनाया जाता है ताकि जंगली जानवर भी अंदर प्रवेश ना करे. വീടുകൾക്ക് ചുറ്റും മതിലുകൾ പണിയുന്നത് ആമേൻ അന്യമൃഗങ്ങൾ, വനത്തിൽ താമസിക്കുന്ന കാട്ടുമൃഗങ്ങളോ ഒന്നും ഭവനത്തിനകത്ത് പ്രവേശിക്കാതിരിക്കാൻ ഭവനത്തിന് ചുറ്റും മതിൽ പണിയും. हालेलुया. जंगली जानवर आ सकता है, डाकुए आ सकता है, हालेलुया, चोरी हो सकता है, बहुत कुछ हो सकता है. यदि दीवार ചുറ്റും മതിലുകൾ ഇല്ലെന്നുണ്ടെങ്കിൽ കള്ളന്മാർ വരും, മോഷണം നടക്കും, മറ്റ് വസ്തുക്കളൊക്കെ മറ്റു ആളുകളൊക്കെ അതിനകത്ത് കയറി ഇറങ്ങും. ആമേൻ മതില് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ. लेकिन कुछ जगहों पे हमने एक नया ट्रेंड देखा है कि वे दीवारें बनाते हैं लेकिन आगे सबसे फ्रंट साइड में वे बड़े दीवार और उसके लिए गेट डाल देते हैं. എന്നാൽ ചില സ്ഥലങ്ങളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കാഴ്ച കൂടെ കാണാറുണ്ട്. വലിയ മതില് പണിത പോലെ ഇരിക്കും, ഫ്രണ്ട് വശത്ത് മാത്രം, മുൻവശത്ത് വലിയ മതില് പടുത്തുയർത്തും. ആമേൻ മറ്റു 3 ഭാഗവും തുറന്നു കിടക്കും. आप सब इधर है? നിങ്ങൾ എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ട്? आपको समझ में आ रहा है? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്? हालेलुया. दीवारें सामने से बनाया है, उसके लिए बड़ा गेट डाला है, लेकिन बाकी के तीनों साइड खुला पड़ा है. മുന്നില് വലിയ മതിലും പണിത് വലിയ ഗേറ്റും വെക്കും, എന്നിട്ട് ബാക്കി 3 ഭാഗവും തുറന്നു കിടക്കും. हम यहाँ पर एक बाइबल कॉलेज है, वहां पर हमने पिछले दिन हम विजिटिंग के लिए वहां के एक सर से मिलने के लिए हम गए थे. കഴിഞ്ഞ ദിവസം ഇവിടെയുള്ള ഒരു ബൈബിൾ സ്കൂളിലെ സാറിനെ കാണാനായി ഞങ്ങൾ പോയി. वहां के सर निमोनिया के कारण हॉस्पिटल में एडमिट थे. उसके बाद में वे जब डिस्चार्ज होकर घर गए तभी उन्हें घर में मिलने के लिए हम गए थे. ബൈബിൾ സ്കൂളിലെ സാറിന് ന്യൂമോണിയ ആയതുകൊണ്ട് അഡ്മിറ്റ് ആയിരുന്നു. താൻ ഡിസ്ചാർജ് ചെയ്ത് ഭവനത്തിൽ വന്നപ്പോൾ ഞങ്ങൾ കാണുവാനായി പോയി. हम गए, यहाँ से शहर से थोड़ा दूर है, थोड़ा इंटीरियर जगह में है. एकड़ से बहुत ही बड़ा एक वास्ट एरिया है, वो उसके बीच में ये बाइबल स्कूल खड़ा है. ഇവിടെ നിന്ന് പട്ടണത്തിന് വെളിയിലാണ്, വലിയ ഏക്കർ കണക്കിന് സ്ഥലത്ത് ആമേൻ ആ ബൈബിൾ സ്കൂളിലെ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ നിന്ന് ഒത്തിരി ദൂരെയാണത്. हालेलुया. हम गए, लोकेशन डाल के हम गए और वहां पर जैसे वो रास्ता ये गेट के सामने आया, हमने देखा कि बड़े दीवारें हैं और बहुत बड़ा गेट है और उसके ऊपर वो पूरा बाइबल स्कूल का नाम लिखा हुआ है. ഞങ്ങൾ ചെന്ന് ലൊക്കേഷൻ ഇട്ട് കടന്നുപോയി. അവിടെ ചെന്നപ്പോൾ വലിയ ഒരു മതിലും വലിയ ഒരു ഗേറ്റും അതിന് മേളിൽ ബൈബിൾ സ്കൂളിന്റെ പേരും എഴുതിയിട്ടുണ്ട്. थोड़ा सा जगह है और उसके बाद में जो भी है
पूरा खुला पड़ा है। ആ ഒരു ചെറിയ ഭാഗത്ത് മാത്രമേ ഇതൊക്കെ കാണാനുള്ളൂ, ബാക്കി മുഴുവൻ തുറന്നു കിടക്കുകയാണ്. मुझे समझ में नहीं आया कि उसका मकसद क्या है कि सामने थोड़ा सा दीवार और गेट है, बाकी पूरा खुला पड़ा है। മുൻവശത്ത് ചെറിയ ഒരു ഗേറ്റും മതിലും ഉണ്ട്, ബാക്കി മുഴുവൻ തുറന്നു കിടക്കുകയാണ്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. हालेलुया। वो शायद एक एडवर्टाइजमेंट के लिए बड़ा गेट रखना जरूरी है और कॉलेज का नाम लगाना जरूरी था, इसके लिए शायद उन्होंने सामने से लगाया है, लेकिन बाकी का तीनों जगह खुला पड़ा हुआ है। ഒരു പരസ്യത്തിന് വേണ്ടി മുൻവശത്ത് മാത്രം അങ്ങനെ ഒരു മതിൽ കെട്ടും ഒരു പേരും കാര്യങ്ങളും കണ്ടു. അവൻ ഒരു പക്ഷേ അതിനു വേണ്ടിയായിരിക്കും അവരത് ചെയ്തത്. कुछ लोग लाखों रुपए खर्चा करते हैं सामने वाला गेट डालने के लिए, बाकी के तीनों जगह खुला रह जाता है। ആ മുൻവശത്തെ ഗേറ്റിനും മതിലിനും വേണ്ടി ലക്ഷക്കണക്കിന് പൈസ ആളുകൾ മുടക്കും, ബാക്കി മുഴുവൻ തുറന്നിട്ടേ. हालेलुया। काफी बार मसीह जिंदगी भी ऐसा है, सामने से दिखने में अच्छा मसीह परिवार है, लेकिन बाकी के तीनों जगह खुला पड़ा हुआ है। നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും പലപ്പോഴും അങ്ങനെയാണ്. മുന്നിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ എല്ലാം മതിൽ കെട്ടി ഉറപ്പിച്ച് നല്ല ആത്മീക ജീവിതമാ, പക്ഷെ ബാക്കി മൂന്ന് സൈഡും തുറന്നു കിടക്കുകയാണ്. हर संडे को चर्च में आते हैं, ताली बजाते हैं, एकदम आगे आके बैठते हैं, अन्य भाषा भी बोलते हैं, बाकी का हमें 6 दिन उन्हें दिखाई नहीं देता है। ഞായറാഴ്ച ആരാധനയ്ക്ക് വരും, മുന്നിലിരിക്കും, അന്യഭാഷ പറയും, എല്ലാത്തിലും പങ്കെടുക്കും, പക്ഷെ ബാക്കി 6 ദിവസം ആളെ കാണാനില്ല. उनकी अन्य भाषा सुनते ऐसा लगता है कि वो सबसे तैयारी में है, अभी यदि परमेश्वर का आगमन हो जाएगा तो अभी वो चले जाएगा। അന്യഭാഷ കേട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് തോന്നും ഏറ്റവും വിശുദ്ധിയോടെ ഒരുങ്ങിയിരിക്കുക, ഇപ്പോൾ കർത്താവ് വന്നാൽ ഇപ്പോൾ പോകുമെന്ന് ചിന്തിക്കും. लेकिन मंडे से देखने वाला हरकतें जब देखते हैं तो परमेश्वर के साथ उनका कोई संबंध नहीं है, ऐसे हरकतें दिखा देते हैं। എന്നാൽ തിങ്കളാഴ്ച മുതലുള്ള അവരുടെ സ്വഭാവം കണ്ടു കഴിഞ്ഞാൽ ആമേൻ ദൈവവുമായി യാതൊരു ബന്ധവുമില്ലല്ലോ എന്ന് തോന്നിപ്പോകും. सामने से देखने में बहुत बढ़िया गेट है, लेकिन बाकी के तीनों साइड से पाप की स्वभाव अंदर प्रवेश कर रहा है। മുന്നിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള മതില കെട്ടിവെച്ചിരിക്കുന്നത്, പക്ഷെ ബാക്കി ഭാഗങ്ങളിൽ നിന്നെല്ലാം ആമേൻ പിശാചും പാപവും കടന്നു വരികയാണ്. दाऊद इस बातों को जानते हुए वो कहता है कि खुदा मुझे वो दीवारें होना जरूरी है, और जब तक आप उस दीवारों को ना खड़ा करे तब तक मेरा हर एक मेहनत निष्फल हो जाएगा। ഇത് നന്നായി മനസ്സിലാക്കിയ ദാവീദ് ദൈവസന്നിധിയിൽ ചെന്ന് പറയുക, ദൈവമേ അവൻ ഈ മതിൽ തുറന്നു കിടക്കുന്നിടത്തോളം അവൻ എനിക്ക് സമാധാനമില്ല, എനിക്ക് സന്തോഷമില്ല. हालेलुया। बत्शेबा के साथ उनका पाप होने का कारण ये था कि दीवारें नहीं था, इसके लिए पाप के लिए उससे प्रेरणा हो रहा है। ബർശേബയുമായി പാപം ചെയ്യുവാനുള്ള കാരണം തന്റെ മതിലുകൾ ഇടിഞ്ഞു കിടന്നതുകൊണ്ട് തനിക്ക് പാപത്തോട് അടുപ്പമുണ്ടായി. हालेलुया। आज सुबह के वक्त हम प्रार्थना करने पाए कि खुदा हालेलुया मेरे चारों ओर, मेरे परिवार के चारों ओर, मेरे बच्चों के चारों ओर खुदा तो उस दीवारों को खड़ा कर ताकि शैतान हमको देखने ना पाए। ഇന്ന് രാവിലെ നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കട്ടെ, നമുക്ക് ചുറ്റും, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചുറ്റും, നമ്മുടെ ഭവനത്തിന് ചുറ്റും കർത്താവേ ആ മതിലിനെ ഉറപ്പിച്ച് പണിയണമേ. ആമേൻ. ശത്രു പ്രവേശിക്കാതിരിക്കുവാൻ. आयुब के पुस्तक उसके पहले अध्याय उसके 10वें आयत की ओर हमारे ध्यान हम लेकर आएंगे। आयुब के पुस्तक उसके पहले अध्याय उसके 10वें आयत की ओर हमारे ध्यान हम लेकर आएंगे। യോബിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. നീ അവനും അവന്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? നീ അവന്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു, അവന്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. हालेलुया। यहाँ पर शैतान आकर परमेश्वर से कहता है कि हे खुदा तूने उसके चारों ओर उस दीवारों को खड़ा किया है। ഇവിടെ പിശാച് വന്ന് ദൈവത്തോട് പറയുകയാണ്, നീ അവന് ചുറ്റും വലിയ വേലി കെട്ടിയിട്ടുണ്ട്. ये किसके बारे में बोल रहा है? ആരെ കുറിച്ചാ പറയുന്നത്? आयुब नाम का व्यक्ति के चारों ओर, उसके परिवार के चारों ओर तूने खुदा हालेलुया अपनी दीवारें खड़ा किया है, इसके लिए हम उसके और कुछ भी षड्यंत्र रच नहीं पा रहा है। യോബിനും ഈ യോബിന്റെ ഭവനത്തിന് ചുറ്റും കർത്താവ് വേലി കെട്ടി വെച്ചിരിക്കുന്നത് കൊണ്ട് പിശാചിന് ഒന്നും ചെയ്യുവാൻ കഴിയുന്നില്ല എന്ന് പറയുകയാണ്. जब तक परमेश्वर में सुरक्षा ना दे, हम कितना भी शहरपनाहों को खड़ा करने का
कोशिश करे वो सब कुछ निष्फल हो जाएगा। ദൈവം നമ്മെ സംരക്ഷിക്കാത്തിടത്തോളം നമ്മൾ എത്ര വലിയ വേലിക്കെട്ട് കെട്ടിയാലും ആമേൻ നമുക്ക് സംരക്ഷണം ലഭിക്കില്ല. हालेलुया। यहाँ पर सकरिया की पुस्तक उसके दूसरे अध्याय उसके 4 और 5 आयतों की ओर हमारे ध्यान हम लेकर आएंगे। सकरिया की पुस्तक उसके दूसरे अध्याय उसके 4 और 5 आयतों की ओर हमारे ध्यान हम लेकर आएंगे। സഖറിയ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. നീ വേഗം ചെന്ന് ഈ ബാല്യക്കാരനോട് സംസാരിച്ച് യെരൂശലേം അതിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ബഹുത്വ നിമിത്തം മതിലില്ലാതെ തുറന്നു കിടക്കും എന്ന് പറയുക. എന്നാൽ ഞാൻ അതിനു ചുറ്റും തീമതിലായിരിക്കും, ഞാൻ അതിന്റെ നടുവിൽ മഹത്വമായിരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. हालेलुया। दीवारें खुले हुए हैं, हालेलुया। लेकिन यहाँ पर यहोवा परमेश्वर कहता है कि मैं उनके लिए उस आग का दीवार बनते हुए उनके लिए सुरक्षा देने के लिए तैयार हूं। അവിടെ മതിലുകൾ തുറന്നു കിടക്കുകയാണ്, ഇടിഞ്ഞു കിടക്കുകയാണ്. എന്നാൽ യഹോവ തന്നെ പറയുന്നു, ഞാൻ അവർക്ക് ചുറ്റും തീമതിലായിരിക്കുമെന്ന് അരുളി ചെയ്തു. हालेलुया। यदि परमेश्वर आग का उस दीवार बन के हमें सुरक्षा देने के लिए तैयार है, तो शैतान यदि हमें छूना है तो सबसे पहले उसका हाथ जलने वाला है। യഹോവയാം ദൈവം തന്നെ ആ പട്ടണത്തിന് ചുറ്റും നമുക്ക് ചുറ്റും തീമതിലായിരിക്കുന്നുവെങ്കിൽ, ഒരു ശത്രു കടന്നു വന്ന് നമ്മെ ആക്രമിക്കണമെങ്കിൽ ആദ്യം തീമതിലായിരിക്കുന്ന യഹോവയാൽ അവരുടെ കൈ ആമേൻ പൊള്ളിപ്പോകുവാൻ ഇടയാകും. അതല്ലാതെ നമ്മളെ തൊടുവാൻ കഴിയത്തില്ല. आपको समझ में आ रहा है? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? हालेलुया। जब परमेश्वर ने उस आग का दीवार बनाते हुए हमारे लिए सुरक्षा दे रहा है, तो किसी को हमें छूना है तो सबसे पहला उस परमेश्वर का उस आग के अनुभव को छूना बहुत जरूरी पड़ता है। യഹോവ തന്നെ നമുക്ക് തീമതിലായിരിക്കുമ്പോൾ ഇനി നമ്മളെ ആർക്കെങ്കിലും ഒന്ന് തൊടണമെങ്കിൽ ആദ്യം ഈ തീയെ അവൻ കടന്നു വരാതെ തൊടാതെ നമ്മളെ സ്പർശിക്കുവാൻ കഴിയത്തില്ല. सबसे पहले उसका हाथ जलने वाला है। ആദ്യം തന്നെ അവന്റെ കൈ പൊള്ളിപ്പോകും. हालेलुया। वो लेकर आने वाला सारे षड्यंत्र जलने वाला है। അവൻ കൊണ്ടുവരുന്ന സകല ആയുധങ്ങളും അവൻ വെന്തുപോകും. शद्रक मेशक अबेदनगो को उस आग के पट्टी में डालने के लिए आने वाला खुद जल गया, लेकिन परमेश्वर का सुरक्षा उस शद्रक मेशक अबेदनगो के लिए परमेश्वर तैयार कर रहा है। എബ്രായ ബാലന്മാരെ കൊണ്ടുവന്ന അവരെ തീയിലിടുവാൻ എടുത്തുകൊണ്ട് വന്ന ആളുകൾ തീയാൽ ദഹിക്കപ്പെട്ടു. ആമേൻ. എന്നാൽ അവർക്ക് 3 പേർക്കും ഒന്നും സംഭവിച്ചില്ല. हालेलुया। परमेश्वर हमारे लिए एक दीवार बनते हुए हमें सुरक्षा देना बहुत जरूरी है। ദൈവം നമുക്ക് ചുറ്റും ഒരു മതിലായി നമുക്ക് സംരക്ഷണം തരേണ്ടിയിരിക്കുന്നു. हालेलुया। उसके मुख्यता को जानते हुए दाऊद कहता है कि खुदा मैं कितना भी शहर पनाहों को बनाने का कोशिश करूं वो सब कुछ निष्फल हो जाएगा। खुदा तू ही इस यरूशलेम की दीवारों को बना दे करके परमेश्वर से वो प्रार्थना कर रहा है। ഇത് നന്നായി മനസ്സിലാക്കിയ ദാവീദ് ദൈവത്തോട് പറയുക, ദൈവമേ മതിലില്ല എങ്കിൽ ഞങ്ങൾക്ക് സംരക്ഷണമില്ല, അതുകൊണ്ട് യെരൂശലേമിന്റെ മതിലുകളെ നീ പണിയണമേ. हालेलुया। परमेश्वर हमारे लिए वो सुरक्षा देना बहुत जरूरी है। ദൈവം നമുക്ക് സംരക്ഷണം തരേണ്ടത് അത്യാവശ്യമാണ്. लेकिन केवल वो परमेश्वर का ही कर्तव्य नहीं है, बल्कि हमारा भी कुछ जिम्मेदारियां परमेश्वर के प्रति रहता है, वो भी हम जानना बहुत जरूरी है। ഇത് കേവലം നമുക്ക് വേണ്ടി ദൈവത്തിനുള്ള ഒരു കർത്തവ്യമല്ല, ദൈവം മാത്രം ചെയ്തു തരേണ്ട ഒരു വിഷയമല്ല. ഇതേ പ്രതി നമുക്കും ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. हम क्या करते हैं, खुदा तू सब कुछ कर ले, हम यहाँ पर ऐसा बैठ जाएंगे बोलकर हम बैठकर परमेश्वर से कहता है कि तू सब कुछ करते रहे, हम यहाँ पर आराम लेते रहेंगे। ഞങ്ങൾ ഇങ്ങനെ കയ്യും കെട്ടി നോക്കിയിരിക്കാൻ, ദൈവമേ നീ എല്ലാ കാര്യങ്ങളും ചെയ്തേക്ക് എന്ന ആമേൻ ഒരു മനോഭാവം നമ്മൾക്ക് ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്. लेकिन एजेकियेल की पुस्तक उसके 22वें अध्याय 22 अध्याय उसके 30वें आयत की ओर हमारे ध्यान हम लेकर आएंगे। परमेश्वर हमारे द्वारा क्या चाहता है वो वहां पर बताया गया है। एजेकियेल 22:30। യെഹെസ്കേൽ പുസ്തകം 22-ാം അധ്യായത്തിന്റെ 30-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എന്റെ മുമ്പാകെ ഇടിവ് നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല താനും. हालेलुया। परमेश्वर ढूंढ रहा है, हालेलुया, ताकि उस लोगों के लिए बिछुआई करने के लिए एक दीवार समान उनके बीच में खड़े रहने के लिए, शत्रु के हर एक तंत्रों के खिलाफ या परमेश्वर के न्याय के खिलाफ हालेलुया दीवार बनाते हुए उन्हें सुरक्षा देने के लिए, प्रार्थना करने के लिए परमेश्वर किसी को ढूंढ रहा है। ആ ദേശത്തിന് ചുറ്റും മതിൽ കെട്ടി ശത്രു കടക്കാതിരിക്കേണ്ടതിന്, ആമേൻ, അവർക്ക് ചുറ്റും ഒരു മതിൽ കെട്ടി ഇടിവിൽ നിൽക്കേണ്ടതിന്
മധ്യസ്ഥ അണയ്ക്കേണ്ടതിന് ഒരുവനെ യഹോവ അന്വേഷിച്ചു. यदि एक शहर को नाश नहीं करना है तो उसके चारों ओर एक दीवार होना बहुत जरूरी ഒരു है. പട്ടണം ശത്രുവിനാൽ നശിപ്പിക്കപ്പെടാതിരിക്കണമെങ്കിൽ അതിനു ചുറ്റും കെട്ടുറപ്പുള്ള ഒരു മതിലുണ്ടായിരിക്കണം. परमेश्वर आज भी ढूंढ रहा है कौन मेरे लिए हालेलुया बिचौनी करेगा, कौन मेरे लिए मध्यस्थ करेगा, हालेलुया, ताकि परमेश्वर का न्याय उस लोगों के ऊपर ना आने पाए. ദൈവക്രോധം, ആമേൻ, ദൈവത്തിന്റെ കോപം ദേശത്തിന് നേരെ ജ്വലിക്കാതിരിക്കേണ്ടതിന് എന്റെ അരികൾ വന്ന് ആര് മധ്യസ്ഥ അണയ്ക്കും, എനിക്ക് ആമേൻ എന്റെ പാദമീടെ വന്ന് ആര് ഇടിവിൽ നിൽക്കുമെന്ന് ദൈവം ചോദിക്കുക. हालेलुया, हमारे प्रार्थना करने वाले अनुभव, हालेलुया, काफी बार हम परमेश्वर के न्याय हमारे लोगों के ऊपर ना आए, उसके लिए हम दीवारें बना रहे हैं. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന, ഹല്ലേലൂയ, അനേകർ ദൈവകോപത്തിൽ എരിഞ്ഞു പോകാതിരിക്കേണ്ടതിന്, നശിച്ചു പോകാതിരിക്കേണ്ടതിന് ഒരു മധ്യസ്ഥമായ ഒരു മതിലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. हालेलुया, सुबह 4 बजे से 8 बजे तक हम जब मध्यस्थ कर रहे हैं, when we intercede for people, हालेलुया, परमेश्वर की लोगों के लिए हम जब मध्यस्थ कर रहे हैं, हम दीवारें बना रहे हैं ताकि परमेश्वर का न्याय परमेश्वर के लोगों के खिलाफ ना उठने पाए. രാവിലെ 4 മണി മുതൽ ആമേൻ 8 മണി വരെ ദൈവസന്നിധിയിൽ നാം മധ്യസ്ഥ അണയ്ക്കുമ്പോൾ ആമേൻ ശത്രുവായവൻ ഉന്നം വെച്ചിരിക്കുന്ന അനേകർക്ക് ചുറ്റും നമ്മൾ മതിൽ കെട്ടി ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുകയാണ്. अनेक लोग मसीह यीशु का प्रेम ना जानने के कारण इस संसार में खत्म हो रहे हैं, लेकिन उन्हें परमेश्वर की प्रेम की ओर लेकर आने के लिए परमेश्वर आज भी ढूंढ रहा है कौन मेरे लिए जाएगा, कौन मेरे लिए उस दीवार के समान खड़े रहेगा. परमेश्वर की न्याय उस लोगों के ऊपर ना आए, उसमें से बचने के लिए कौन मेरे लिए खड़ा रहेगा, परमेश्वर ढूंढ रहा है. യേശുവിനെ അറിയാതെ അനേകർ ഈ ലോകത്തിൽ നശിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോൾ, സത്യം അറിയാതിരിക്കുമ്പോൾ, അവരുടെ മേളിൽ ദൈവത്തിന്റെ ശിക്ഷാവിധി കടന്നു വരാതെ അവരുടെ രക്ഷയ്ക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ, മതിൽ കെട്ടി പ്രാർത്ഥിക്കുവാൻ എത്ര പേർക്ക് ഒരുക്കമുണ്ട്. उल्पत्ति किताब उसके 19वें अध्याय चैप्टर 19 वर्सेस 22 में हम वहां पर एक घटना देखते हैं. जेनेसिस चैप्टर 19 वर्सेस 22, वहां पर एक घटनाओं को हम देख रहे हैं. ഉൽപ്പത്തി പുസ്തകം 19 അധ്യായത്തിന്റെ 22 വാക്യത്തില് ആമേൻ നാം ഒരു സംഭവം കാണുന്നുണ്ട്. അവൻ അവനോട്, ഈ കാര്യത്തിലും ഞാൻ നിന്നെ കടാക്ഷിച്ചിരിക്കുന്നു, നീ പറഞ്ഞ പട്ടണം ഞാൻ മറിച്ചു കളയുകയില്ല, ബന്ധപ്പെട്ട് അവിടേക്ക് ഓടിപ്പോക, നീ അവിടെ എത്തുവോളം എനിക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. हालेलुया, परमेश्वर लोत से कहता है कि जब तक तू यहाँ से भागकर उस शहर में ना पहुंचे तब तक मैं इस शहर को नाश नहीं कर सकता हूँ. ദൈവം പറയുക, നീ ബന്ധപ്പെട്ട് അവിടേക്ക് ഓടിപ്പോക, നീ അവിടെ എത്തുവോളം എനിക്ക് ഈ പട്ടണത്തെ നശിപ്പിക്കാൻ കഴിയുകയില്ല. तू दौड़ते रहे. अभी जब तक तू उस शहर में ना पहुंचे तब तक मैं इस शहर को नाश नहीं कर सकता നീ हूँ. ബന്ധപ്പെട്ട് ഓടി ഓടി ഈ പട്ടണത്തിൽ നിന്ന് ഓടിപ്പോക, നീ അവിടെ ചെല്ലുന്നിടം വരെ ഈ പട്ടണത്തെ എനിക്ക് നശിപ്പിക്കാൻ കഴിയുകയില്ല. कौन कह रहा है? ആരാ പറയുന്നത്? यहोवा परमेश्वर कह रहा है. ദൈവം തന്നെ പറയുക. किससे कह रहा है? ആരോടാ പറഞ്ഞത്? लोत से कह रहा है. ലോത്തിനോട് പറയുക. यहोवा परमेश्वर एक साधारण व्यक्ति से अनुमति मांग रहा है, जब तक तू यहाँ से भाग कर निकल ना जाए तब तक मैं इस शहर को खत्म नहीं कर सकता हूँ. ഒരു സാധാരണക്കാരനായ വ്യക്തിയോട് ദൈവം വന്ന് ഹല്ലേലൂയ സമ്മതം ചോദിക്കുകയാ, നീ പട്ടണം ഒന്ന് വിട്ടുപോകാമോ, നീ പോകുന്നിടം വരെ എനിക്ക് ഇവിടെ നാശം ചെയ്യുവാൻ കഴിയുകയില്ല. एक ही कारण है उसके लिए. ഒറ്റ കാരണമേ അതിന് പുറകിലുള്ളൂ. अब्राहम नाम का एक व्यक्ति वहां पर एक मीडिएटर के नाम परमेश्वर से मांग रहा है, परमेश्वर से रो रहा है. इसके लिए परमेश्वर उस देश को न्याय कर नहीं पा रहा है. അബ്രഹാം എന്ന ഒരു വ്യക്തി, ഒരു ഭക്തൻ ആ പട്ടണത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ ലോത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുന്നത് കൊണ്ട് മാത്രം ആമേൻ ഇങ്ങനെ ഒരു അവസരം അവർക്ക് ലഭിക്കുക. अब्राहम ने परमेश्वर से कहा कि यदि 50 लोग धर्मी हैं तो उस शहर को तू नाश नहीं करना. അബ്രഹാം ദൈവസന്നിധിയിൽ പോയി ഇടിവിൽ നിൽക്കുകയാ, മധ്യസ്ഥമണയ്ക്ക് 50 പേരെങ്കിലും നീതിമാന്മാരുണ്ടെങ്കിൽ നശിപ്പിക്കരുത്. उसे पता चला कि 50 नहीं है, इसके लिए वो 40 लोगों के लिए परमेश्वर से मांग रहा है. 50 ഇല്ലെന്നറിഞ്ഞ അവൻ 40 പേർക്ക് വേണ്ടി ചോദിച്ചു. उसे पता चल गया कि 40 भी नहीं है, वो 30 लोगों के लिए मांग रहा है. 40 ഇല്ല, 30
30 ഉള്ളവർക്ക് വേണ്ടി ദൈവത്തോട് वो ചോദിക്കുക. परमेश्वर के सामने गिड़गिड़ा रहा है और परमेश्वर से वो बार्गेन कर रहा है. लास्ट में वो कहता है कि यदि एक भी व्यक्ति धर्मी निकले तो उस देश को तो न्याय नहीं करना. ദൈവത്തോട് താൻ വാദിക്കുകയാ, താൻ ദൈവത്തോട് നിലവിളിക്കുകയാ, ദൈവമേ അവൻ 10 എന്നാൽ ഒരു വ്യക്തിയെങ്കിലും നീതിമാനുണ്ടെങ്കിൽ നീ നശിപ്പിക്കരുത്. एक भक्त अब्राहम परमेश्वर के सम्मुख गिड़गिड़ाने के लिए तैयार है. उसके लिए हालेलुया वो उस शहर को नाश कर नहीं पा रहा है. ഒരു വ്യക്തി, അബ്രഹാം എന്ന ഒരു വ്യക്തി ആ ദേശത്തിന് വേണ്ടി കരഞ്ഞു നിലവിളിക്കുന്നത് കൊണ്ട് ദൈവത്തിന് ആ ദേശത്തെ നശിപ്പിക്കുവാൻ താമസം വന്നുകൊണ്ടിരിക്കുന്നു. अब्राहम ही स्टैंडिंग ऑन गैप. उस हालेलुया प्रेज लॉर्ड उस दीवार जैसा वो परमेश्वर के बीच में और उस न्याय होने वाले उस लोगों के बीच में एक दीवार समान वो वहां पर खड़ा है. അബ്രഹാം അവിടെ ഉണ്ടായിരിക്കുന്ന ആ വിടവിൽ നിൽക്കുകയാ. ആമേൻ. ദൈവത്തിനും ന്യായം വിധിക്കപ്പെടുവാനുള്ള പട്ടണത്തിന് നടുവിൽ കയറി അബ്രഹാം നിന്ന് ദൈവത്തോട് കരയുകയാണ്. परमेश्वर आज भी ढूंढ रहा है और एसेकिएल की पुस्तक में ऐसा कहता है कि मैं ढूंढ रहा हूं लेकिन एक भी व्यक्ति को नहीं मिल रहा है जो मेरे और उस न्याय करने वाले लोगों के बीच में बिछौनी करने के लिए, रोने के लिए, गिड़गिड़ाने के लिए, परमेश्वर से मांगने के लिए कोई भी खड़ा नहीं है करके वो वहां पर कह रहा है. യെഹെസ്കേൽ പുസ്തകത്തിലും നമ്മൾ വായിച്ചതുപോലെ ഇന്നും ദൈവം അന്വേഷിക്കുകയാ. ആമേൻ. ദൈവത്തിനും ന്യായം വിധിക്കപ്പെടുവാനുള്ള ആ ആമേൻ വ്യക്തിക്കും പട്ടണത്തിനും നടുവിൽ നിന്നുകൊണ്ട് ഇടിവിൽ നിൽക്കുവാൻ, മധ്യസ്ഥാനപ്പാൻ, ദൈവത്തോട് ദയക്കായി അപേക്ഷിക്കാൻ ഇന്ന് ആരെയും കാണുവാനില്ല. परमेश्वर आज भी ढूंढ रहा है. क्या हम उसके लिए खड़े रहने के लिए तैयार है? हालेलुया. हमें नाश की ओर जाने वाले लोग, अनर्थ की ओर जाने वाले लोग, नरक की ओर जाने के लिए तैयार होने वाले लोगों को उस नरक से खींच निकालते हुए स्वर्ग के वारिश बनाने के लिए क्या हम बिचौनी करने के लिए तैयार है? क्या हम बीच में खड़े रहने के लिए तैयार है? क्या हम परमेश्वर से मांगने के लिए तैयार हो सकते हैं? ദൈവം ഇന്നും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാ. നശിച്ചു പോകാനിരിക്കുന്ന ന്യായവിധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന, നിത്യമരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്കും ദൈവത്തിനും നടുവിൽ നിന്നുകൊണ്ട് ദയക്കായി മധ്യസ്ഥാനപ്പാൻ, ഇടിവിൽ നിൽക്കാൻ ദൈവം ഒരുവനെ അന്വേഷിക്കുന്നു. हालेलुया. ആമേൻ. Praise the Lord. Can we stand in the gaps? क्या हम उसके लिए खड़े रहने के लिए तैयार हो सकते हैं? परमेश्वर आश्चर्य कार्यों को करना चाहता है. നാം ആ വിടവിൽ ഒന്ന് കയറി നിൽക്കുവാൻ, ഒന്ന് ഇടിവിൽ നിൽക്കുവാൻ നാം ഇന്ന് ഒരുക്കമാണ്. नहम्या की पुस्तक उसके 4 अध्याय उसके पहले आयत की ओर हमारे ध्यान हम लेकर आएंगे. नहम्या की पुस्तक उसके 4 अध्याय उसके पहले आयत की ओर हमारे ध्यान हम लेकर आएंगे. നെഹമ്യാവിന്റെ പുസ്തകം 4-ാം അധ്യായം 1-ാമത്തെ 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുന്നു. ഞങ്ങൾ മതിൽ പണിയുന്നു എന്ന് സൻബല്ലത്ത് കേട്ടപ്പോൾ അവൻ കോപവും മഹാരോക്ഷവും പൂണ്ട് യഹൂദന്മാരെ നിന്ദിച്ചു. ഈ ദുർബലന്മാരായ യഹൂദന്മാർ എന്ത് ചെയ്യുവാൻ പോകുന്നു? അവരെ സമ്മതിക്കുമോ? അവർ യാഗം കഴിക്കുമോ? ഒരു ദിവസം കൊണ്ട് പണി തീർക്കുമോ? വെന്ത് കിടക്കുന്ന ചണ്ടിക്കുമ്പാരങ്ങളിൽ നിന്ന് അവർ കല്ല് ജീവിപ്പിക്കുമോ എന്നിങ്ങനെ തന്റെ സഹോദരന്മാരും ശമരിയ സൈന്യവും കേൾക്കെ പറഞ്ഞു. हालेलुया. वे दीवारों को बना रहे हैं, सुनते हुए उनके अंदर क्रोध आने लगा करके वहां पर नहम्या कह रहा है. അവിടെ മതില് പണിയുന്നു എന്ന് കേട്ടപ്പോൾ അവരുടെ ഉള്ളിൽ മഹാകോപം ജ്വലിച്ചു. हालेलुया. चर्च है, आराधना है, सब कुछ है, उन्हें कोई प्रॉब्लम नहीं है. लेकिन जब उसके चारों ओर जब दीवारें बनाया जा रहा है तब उनको क्रोध आ रहा है. അവിടെ ആലയമുണ്ട്, ആരാധനയുണ്ട്, അതൊന്നും അവർക്ക് ഒരു വിഷയമേ ആയിരുന്നില്ല. എന്നാൽ അതിനു ചുറ്റും മതിൽ പണിയുന്നെന്ന് കേട്ടപ്പോൾ അവരുടെ സ്വഭാവം മാറി. आप सबसे बढ़िया चर्च में जा रहा होगा, हालेलुया. एक अच्छा चर्च बिल्डिंग आपको होगा, लेकिन वो आप आराधना में जाने वाले बातों को शैतान को कुछ भी लेना देना नहीं है. लेकिन उसके चारों ओर जब दीवारें बनाते हैं तब शैतान के इरादा है वहां पर पूरा हो नहीं पाता है. उसके लिए वो जरूर रुकावटें डालेगा. ഒരു പക്ഷേ നാം വലിയ ഒരു ചർച്ചിലെ മെമ്പർ ആയിരിക്കാം, നമ്മൾ പോകുന്ന ആമേൻ സഭയിൽ വലിയ ഒരു ചർച്ച് ബിൽഡിംഗ് കാണാം, ആരാധനയും നടക്കുന്നുണ്ടാകാം. ഇതൊന്നും പിശാചിന് വലിയ വിഷയമല്ല. എന്നാൽ അതിന് ചുറ്റും മതിൽ കെട്ടപ്പെടുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവൻ അടയും. वहां पर आराधना होता है, प्रचार होता है, गवाही होता है, सब कुछ होता है. शैतान को कुछ भी लेना देना नहीं है. आराधना के बीच में भी लड़ाई करते हुए लोगों को देखा है, हालेलुया. क्योंकि शैतान दीवार नहीं है, इसके लिए शैतान आकर अपने कार्यों को करके जाता है. ആരാധനയുണ്ട്, പ്രാർത്ഥനയുണ്ട്, അവിടെ ആമേൻ എല്ലാ കാര്യങ്ങളും സാക്ഷ്യവും പ്രബോധനവും എല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ ആരാധനയുടെ നടുവിലും വഴക്കുണ്ടാക്കുന്നവരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ആമേൻ അതിനകത്ത്
അകത്ത് മതിൽ കെട്ടിയിട്ടില്ലാത്തത് കൊണ്ട് ആരാധനയുടെ നടുവിലും പിശാച് കയറി കള വിതച്ചിട്ട് പോകും. आपको समझ में आ रहा है? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്? दीवार ना होने के कारण शत्रु अंदर प्रवेश करता है. മതിലില്ലാത്തത് കൊണ്ട് പിശാച് കടന്നു വരുന്നു. यदि दीवार नहीं है तो शत्रु सारे षड्यंत्रों को रचने का कोशिश करेगा. മതിൽ കെട്ടിയിട്ടിട്ടില്ലെങ്കിൽ പിശാച് സകല തന്ത്രങ്ങളും കൊണ്ടുവന്ന് वे नेहम्या के खिलाफ खड़ा होने के लिए तैयार हो रहा है. ഇവിടെ സൻബല്ലത്തും തോബിയാവും നെഹമ്യാവിന് വിരോധമായി എഴുന്നേറ്റു. 6 अध्याय की पहले आयत भी जल्दी से हम देखेंगे. 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ ഞാൻ മതിൽ പണിതു, ആ കാലത്ത് പടിവാതിലുകൾക്ക് കതകുകൾ വെച്ചിരുന്നില്ലെങ്കിലും അറ്റകുറ്റമൊന്നും ശേഷിപ്പില്ലെന്ന് സൻബല്ലത്തും തോബിയാവും അരാബ്യനായ ഗേശമും ഞങ്ങളെ മറ്റു ശത്രുക്കളും കേട്ടപ്പോൾ സൻബല്ലത്തും ഗേശമും എന്റെ അടുക്കൽ ആളയച്ചു, വരിക, നാം ഓനോം ഒരു സമഭൂമിയിലെ ഒരു ഗ്രാമത്തിൽ യോഗം കൂടുക എന്ന് പറയിച്ചു. वहां पर उस दीवारों को बनाया करके जब उन्होंने सुना तो बनाने वाला व्यक्ति को सीक्रेटली बुलाकर लेकर जाकर उसे खत्म करने का इरादा बना रहा है. അവിടെ മതില് പണിത് കഴിഞ്ഞു എന്നറിഞ്ഞപ്പോൾ ശത്രുക്കൾ അവരെ വളരെ രഹസ്യമായി വിളിച്ച് അവൻ മതില് പണിതവനെ അവൻ കൊന്നുകളയുവാനുള്ള പദ്ധതി നടക്കുക. जिसने दीवार बनाया उसे खत्म करने का इरादा बना रहा है. മതില് പണിതവനെ നശിപ്പിക്കണം. लेकिन 4वें अध्याय 9वें आयत की ओर हमारे ध्यान हम लेकर आएंगे. എന്നാൽ 4-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ഞങ്ങള് ദൈവത്തോട് പ്രാർത്ഥിച്ചു, അവരുടെ നിമിത്തം രാവും പകലും കാവൽക്കാരെയാക്കേണ്ടി വന്നു. എന്നാൽ യഹൂദ്യർ ചുമട്ടുകാരുടെ ശക്തി ക്ഷയിച്ചു പോകുന്നു, കല്ലും മണ്ണും ഇനിയും വളരെ കിടക്കുന്നു, ആകയാൽ മതിൽ പണിവാൻ നമുക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞു. ഞങ്ങളുടെ ശത്രുക്കളോ നാം അവരുടെ ഇടയിൽ ചെന്ന് അവരെ കൊന്ന് പണി മുടക്കുന്നത് വരെ അവർ ഒന്നും അറിയുകയും കാണുകയും അരുത് എന്ന് പറഞ്ഞു. അവരുടെ സമീപം പാർത്ത യഹൂദന്മാർ പല സ്ഥലങ്ങളിൽ നിന്നും വന്നു, നിങ്ങൾ ഞങ്ങളുടെ അടുക്കൽ വരുവീൻ എന്ന് 10 പ്രാവശ്യം ഞങ്ങളോട് അപേക്ഷിച്ചു. बस वहां पर उस घटना को भी पढ़ने के लिए आग्रह है, लेकिन समय कम होने के कारण हमें उस भाग को समाप्त करने के लिए कोशिश कर रहा हूं. वहां पर दीवारें जब बना रहे हैं करके सुना, वे शत्रु कमजोर करने के लिए बातों को लेकर आ रहा है. അവിടെ മതിൽ പണിയുന്നു എന്ന് കേട്ടപ്പോൾ ശത്രു അവരെ ക്ഷീണിപ്പിക്കുവാനുള്ള തന്ത്രങ്ങൾ കൊണ്ടുവന്നു. निराशा के शब्द देते हुए उन्हें निराश और हताश कर देते हैं. നിരാശയുടെ വർത്തമാനങ്ങളെ കേൾപ്പിച്ചു അവരുടെ മനസ്സിനെ ക്ഷയിപ്പിച്ചു. केवल वही नहीं, इसके बीच में वे युद्ध लड़ने का भी प्रयास कर रहे हैं. അവർ അതിനിടയ്ക്ക് വന്ന് യുദ്ധം ചെയ്യുന്നതും നമ്മൾ കാണുന്നുണ്ട്. इसके लिए एक हाथ से काम करने वाला वेपन्स और एक हाथ में हथियार लेते हुए उन्हें इस दीवारों को बनाना पड़ रहा है. ഒരു കയ്യിൽ പണിയായുധങ്ങളും മറ്റേ കയ്യിൽ യുദ്ധത്തിനുള്ള ആയുധങ്ങളും ഏന്തിയാണ് അവർ പണിതത്. Hallelujah. There is a separation for holiness. उस विशुद्धि के लिए उस दरार, उस सेपरेशन होना बहुत जरूरी है. ഇനി ഞാൻ പറയുന്നത് വേർപാടിന്റെ ഒരു മതിൽ നമ്മൾക്കുണ്ടായിരിക്കണം എന്നുള്ളതാണ്. सारे बातों में हम जाके उलझ नहीं सकते हैं. हमारे जिंदगी में परमेश्वर ने एक सेपरेशन दिया है, वो दीवार होना बहुत जरूरी है. നമ്മുടെ ജീവിതത്തിൽ തോന്നിയതിനകത്തെല്ലാം പോയി ഇടപെടുവാൻ നമുക്ക് അവകാശമില്ല. ഒരു വേർപാടിന്റെ മതിൽ നമ്മൾക്കുണ്ടായിരിക്കണം. लोग हमें बुलाकर लेकर जाएगा, लेकिन सारे बातों में हमारे सिर डालने का जरूरत नहीं है, बल्कि हम लोगों से, संसार के लोगों से अलग है, वो हम जानना बहुत जरूरी है. നമ്മളെ ആളുകൾ പലയിടങ്ങളിലേക്കും വിളിച്ചു കൊണ്ടുപോകും, പക്ഷെ ചെല്ലുന്നിടത്തെല്ലാം എല്ലാത്തിനകത്തും തലയിടരുത്. നമുക്കും ലോകത്തിനും തമ്മിൽ ഒരു വ്യത്യാസവും വേർപാടും ഉണ്ടായിരിക്കണം. अरे थोड़ा सा बोलने में क्या जाता है, थोड़ा सा करने में क्या जाता है, थोड़ा सा उनके साथ समय बिताने में क्या जाता है. नहीं नहीं, हमें वो करने का कोई हक नहीं है. We have a separation. हमें एक अलगताई है. उस पवित्रताई के लिए हम खड़ा रहना बहुत जरूरी है. അവർ അവൻ വിളിച്ചാൽ അല്പം എന്തെങ്കിലും തിരിച്ചു പറഞ്ഞാൽ എന്താ, അല്പം എന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ കൂടെ കൂടിയാൽ എന്താ എന്ന് നമ്മൾ ചിന്തിക്കരുത്. അതിന് നമുക്ക് അവകാശമില്ല. നമ്മൾക്ക് ഒരു വേർപാടിന്റെ അനുഭവം ഉണ്ടായിരിക്കും. लूका के सुसमाचार 15वें अध्याय में एक प्रोडिगल सन के बारे में हम देखते हैं, जिन्होंने घर से बाहर चले गया था. ലൂക്കോസ് വിശേഷം 15-ാം അധ്യായത്തിൽ മുടിയൻ പുത്രന്റെ കഥ നമ്മൾക്ക് അറിയാം. हालेलुया. वो घर से जाने का एक ही कारण था, क्योंकि घर के अंदर यदि रहेगा तो वो दीवारें जैसा है, उन्हें फ्रीडम नहीं है. इस दीवार के बाहर जाएगा तो बड़ा फ्रीडम है, बोलते हुए दीवार से कूद के बाहर
बाहर जा रहा है। ആ ഭവനത്തിൽ താമസിച്ചാൽ തനിക്ക് സ്വാതന്ത്ര്യം കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് താൻ മതിൽ ചാടി പുറത്തുപോയത്. हालेलुया। जो भी लेना था सब कुछ लेकर चले गया, വാങ്ങിക്കേണ്ടതെല്ലാം ചോദിച്ചു വാങ്ങി താൻ മതിൽ ചാടിപ്പോയി. लेकिन वहां पर लिखा है कि ज्यादा दिन तक वो नहीं रहा। എന്നാൽ അധികം നാൾ അവന് പാർക്കുവാൻ കഴിഞ്ഞില്ല. लेकिन जब तक आप पिता के घर में हैं तब तक आप सुरक्षित हैं। എന്നാൽ അപ്പന്റെ ഭവനത്തിലായിരിക്കുന്നിടത്തോളം നമുക്ക് സംരക്ഷണമുണ്ട്. मन मर्जी के हिसाब से कार्य नहीं कर पाएगा जब तक आप पिता के घर में हैं। അപ്പന്റെ ഭവനത്തിനകത്തായിരിക്കുന്നിടത്തോളം സ്വന്തം ഇഷ്ടത്തില് ജീവിക്കാൻ കഴിയത്തില്ല. इसके लिए बड़े बेटा कहता है कि मैं तो मेरे पिता के साथ रह रहा था, लेकिन मेरे लिए एक बछड़ा को भी नहीं दिया, हालेलुया, मेरे मित्रों के साथ फेलोशिप करने के लिए। ഞാൻ അപ്പന്റെ ഭവനത്തിലായിരുന്നു, എന്നിട്ടും എനിക്ക് ഇന്ന് വരെ ഒരു കിടാവിനെ അറുത്തിട്ടില്ല. എന്റെ പേരിൽ എനിക്ക് കൂട്ടുകാരോടുകൂടെ സന്തോഷിപ്പാൻ അപ്പൻ ഒന്നും തന്നിട്ടില്ല. घर के अंदर लिमिटेशंस है, വീടിനകത്ത് പരിമിതികളുണ്ട്, लेकिन घर के अंदर कोई कमी नहीं होगा, എന്നാൽ ഭവനത്തിനകത്ത് ഒരു കുറവ് കാണുകയില്ല. क्योंकि आप पिता के साथ है। അപ്പന്റെ കൂടെയാ. पिता के साथ आप सुरक्षित है। അപ്പന്റെ ഭവനത്തിൽ സംരക്ഷണമുണ്ട്. समय समय पर वो आपके लिए इंतजाम करते रहेगा। സമയാനുസൃതമായവൻ കരുതും. जब तक आप उस दीवार के बाहर हैं, आपके हाथ में जो है और आपके पास जो है सब कुछ शैतान छीन कर लेकर जाएगा। മതിൽ ചാടി കടന്നു പോയാൽ നമ്മുടെ കയ്യിലുള്ളതെല്ലാം ശത്രു അപഹരിക്കും. लेकिन जब तक आप उस दीवार के अंदर हैं, तब तक शत्रु आपके खिलाफ कोई भी षड्यंत्र नहीं रच सकता। എന്നാൽ ആ മതിൽ കെട്ടിനകത്ത് നാം ആയിരിക്കുന്നിടത്തോളം ശത്രുവിനൊന്നും ചെയ്യുവാൻ കഴിയില്ല. हालेलुया। उस दीवार के अंदर रहना ही हमारे लिए सबसे बड़ा सुरक्षा के बात ആ है। മതിലിനകത്ത് താമസിക്കുന്നത് നമ്മൾക്ക് സംരക്ഷണം. दाऊद कहता है कि हे खुदा, यरूशलेम के चारों ओर उस दीवारों को तू खड़ा कर, ताकि अधर्म के बातें इसके अंदर प्रवेश ना होने पाए। അതുകൊണ്ടാണ് ദാവീദ് പ്രാർത്ഥിച്ചത്, യെരൂശലേമിന്റെ മതിലുകളെ പണിയണമേ, ഇതിനകത്ത് അനീതി കടക്കുവാൻ അനുവദിക്കരുതേ. परमेश्वर जब उस दीवार समान हमारे लिए सुरक्षा देने के लिए तैयार है, आग के दीवार समान वो हमारे लिए सुरक्षा देने के लिए तैयार है। കർത്താവ് തന്നെ നമുക്ക് മതിലായി, തീ മതിലായിരിക്കാൻ സംരക്ഷണം തരുവാൻ ദൈവത്തിന് മനസ്സുണ്ട്. जब तक दीवारें नहीं है, अन्य जाति अन्य जानवरें अंदर आएगा, हालेलुया, डाकुए आएगा, शैतान आएगा, उसके षड्यंत्र को रचने का कोशिश करेगा, लेकिन जब दीवार है वो ऐसे ही आसानी से अंदर आ नहीं पाएगा। മതിലുകൾ പണിതിട്ടില്ല എങ്കിൽ വന്യമൃഗങ്ങളും കള്ളനും ആമേൻ ശത്രുവിന്റെ സകല കാര്യങ്ങളും അതിനകത്ത് പ്രവേശിപ്പാനിടയാകുമെന്നാൽ മതിൽ കെട്ടി ഉറപ്പിച്ചു കഴിഞ്ഞാൽ ദൈവം നമുക്ക് സംരക്ഷണം തരും. परमेश्वर के लोगों के लिए एक दीवार समान हल बिछौनी करना जरूरी है। आपका प्रार्थना निष्फल नहीं जाएगा, बल्कि परमेश्वर ढूंढ रहा है आज भी यदि परमेश्वर के लिए कोई खड़ा रहने के लिए तैयार है या नहीं। നമ്മുടെ പ്രാർത്ഥനയൊന്നും വൃഥാവല്ല. നശിച്ചു പോകുന്ന ജനത്തിന് വേണ്ടി ഇടിവിൽ നിന്ന ഒരു മതിലായി ആമേൻ ഹല്ലേലൂയ അവർക്ക് ചുറ്റും കാവൽ കെട്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മെ അന്വേഷിക്കും. इस वचनों के द्वारा परमेश्वर सबको अनुग्रह और आशीषों से भरने पाए। ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ऐसे अवसर दे परमेश्वर की आदरणीय दासों को हृदय के गहराई से धन्यवाद देते। परमेश्वर सबको अनुग्रह और आशीषों से भरने पाए। आपकी प्रार्थनाएं वास्तव में हमारे लिए बहुत ही अनुग्रह का कारण रहा है, और भी निरंतर हमें भी आपकी प्रार्थना में उठाए रखिएगा। परमेश्वर सबको अनुग्रह और आशीषों से भरने पाए। गॉड ब्लेस यू ऑल। आमेन, आमेन, आमेन। प्रेज द लॉर्ड। आमेन, आमेन, आमेन। अच्छा वचन सुनाया